എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്ന കഥ മടക്കമില്ലാത്ത യാത്ര. കൃഷ്ണനെ പറ്റി എത്ര വിസ്തരിച്ച് എഴുതിയാലും ഒരിക്കലും മടുപ്പ് വരാറില്ലല്ലോ. കൃഷ്ണൻ്റെ ബാലലീലകൾ വളരെയധികം നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതിൽ നിന്ന് ഒരു സംഭവമാണ് ഞാൻ ഇവിടെ വിസ്തരിക്കാൻ പോകുന്നത്. ഏട്ടാ, തയ്യാറായിക്കോളൂ, അടുത്ത വലിയ ഒരു യാത്രയ്ക്ക്. നാളെ അക്രൂരനപ്പൻ വരുന്നുണ്ട്. അനിയൻ്റെ പെട്ടെന്നുള്ള ഈ അറിയിപ്പ് കേട്ടപ്പോൾ ബലരാമന് പ്രത്യേകിച്ച് ഉത്സാഹമൊന്നും തോന്നിയില്ല. പക്ഷേ തൻ്റെ അനിയൻ വെറും വാക്കു പറയുന്നവനല്ലെന്ന് ആ ഏട്ടന് നല്ലപോലെ അറിയാം. തന്നെപ്പോലെ കൃഷ്ണനെ മനസ്സിലാക്കിയവർ അധികമില്ലല്ലോ. എവിടേക്കുള്ള യാത്രയെപ്പറ്റിയാണ് അനിയൻ പറയുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ മനസ്സിൽ തലപൊക്കിയെങ്കിലും കാത്തിരുന്ന് കാണുക തന്നെ എന്ന് ബലരാമൻ തീർച്ചപ്പെടുത്തി. എന്തോ ഗൗരവമേറിയ കാര്യത്തിനുള്ള പുറപ്പാടാണെന്ന് മാത്രം തോന്നി. പിറ്റേന്ന് വൈകുന്നേരമായപ്പോഴേക്കും അക്രൂരൻ അമ്പാടിയിലെത്തി. കൃഷ്ണഭക്തിയിൽ ആറാടി എന്തെന്നില്ലാത്ത ഒരു ആവേശത്തോടെ ആയിരുന്നു ആ വരവ്. വഴി നീളെ ഭൂമിയിൽ പതിഞ്ഞ കൃഷ്ണകാലടികൾ കണ്ട് വീണു നമസ്കരിച്ചും ആ പൂഴി വാരി ദേഹത്തണിഞ്ഞും ഒരുതരം ഉന്മാദാവസ്ഥയിലായിരുന്നു അദ്ദേഹം. കാലാകാലങ്ങളായി ഒരു നോക്കു കാണാൻ ആഗ്രഹിച്ച ആ സച്ചിദാനന്ദ കട്ട ഇതാ എൻ്റെ കൺമുന്നിൽ. വിശ്വസിക്കാനായില്ല. തൻ്റെ ഭക്തനെ തന്നെ പ്രതീക്ഷിച്ചു നിന്നിരുന്ന കൃഷ്ണനാകട്ടെ അക്രൂരനെ ദൂരത്തുനിന്ന് കണ്ടപ്പോഴേക്കും ചെന്ന് കെട്ടിപ്പിടിച്ചു, സ്വീകരിച്ചു. ജ്യേഷ്ഠാനുജന്മാർ രണ്ടുപേരും കൂടി അക്രൂരനപ്പനെ അകത്തേക്ക് ആനയിച്ചു നന്ദഗോപ സന്നിധിയിൽ എത്തിച്ചു. പ്രാഥമിക ഉപചാരങ്ങൾക്കു ശേഷം അക്രൂരൻ തൻ്റെ ആഗമനോദ്ദേശം അറിയിച്ചു. രാജാവായ കംസൻ്റെ ധനുർയാഗത്തിന് രാമകൃഷ്ണന്മാരെയും മറ്റു ഗോപന്മാരെയും ക്ഷണിക്കാനായിട്ടാണ് താൻ വന്നതെന്ന് പറഞ്ഞു. കംസൻ്റെ കാർമുകയാഗം ദർശിക്കാനുള്ള ഉത്സാഹത്തോടെ രാമകൃഷ്ണന്മാരും നന്ദഗോപരും മറ്റു ഗോപന്മാരും മധുരയിലേക്ക് പിറ്റേന്ന് തന്നെ പുറപ്പെടാമെന്ന് തീരുമാനിച്ചു. പെട്ടെന്ന് കൃഷ്ണന് തൻ്റെ പ്രാണപ്രേയസികളായ ഗോപികമാരുടെ കാര്യം ഓർമ്മ വന്നു. തൻ്റെ മധുരയിലേക്കുള്ള പോക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാത്തതാണെന്ന് അറിയാമായിരുന്ന കൃഷ്ണൻ അവരെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് ആലോചിച്ച് ഒരു നിമിഷം വിങ്ങിപ്പോയി. നേരിട്ട് അവരെ അഭിമുഖീകരിക്കാൻ തനിക്ക് ശക്തിയില്ല. യാത്രയാവുന്ന സമയം ഒരു ചങ്ങാതിയെ അയച്ച് അവരെ സമാധാനിപ്പിക്കാം. ഈ വക വിചാരങ്ങൾ മൂലം രാത്രി ഉറങ്ങാൻ തന്നെ പറ്റിയില്ല. പിറ്റേന്ന് അതിരാവിലെ ഉറക്കമുണർന്ന് ജ്യേഷ്ഠനൊപ്പം പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിച്ചു. യശോദമ്മയാകട്ടെ വളരെയധികം സ്നേഹത്തോടുകൂടി രണ്ടുപേരെയും യാത്രയ്ക്കായി തയ്യാറാക്കി. കുളിപ്പിച്ച് മഞ്ഞപ്പട്ടുടുപ്പിച്ച് മയിൽപ്പീലി ചൂടിച്ച് കൃഷ്ണനെ ഒരുക്കിയ ആ അമ്മയുണ്ടോ അറിയുന്നു ഇത് തൻ്റെ അവസാനത്തെ അവസരമാണെന്ന്. നാളെ മധുരയിലേക്ക് പോകുന്ന താൻ ഇനി ഒരിക്കലും അമ്പാടിയിലേക്ക് മടങ്ങി വരില്ലെന്ന ആ വേദനിപ്പിക്കുന്ന സത്യം കൃഷ്ണൻ എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു. ആശാപാശത്തിൽപ്പെട്ട് തൻ്റെ അവതാരോദ്ദേശം മറക്കാൻ പാടില്ലല്ലോ. നേരം പുലർന്നപ്പോഴേക്കും കൃഷ്ണഗമന വാർത്ത അറിഞ്ഞ ഗോപികമാർ ആകെ വിഷമത്തിലായി. കൃഷ്ണനെ തങ്ങളിൽ നിന്നും അകറ്റി മധുരയിലേക്ക് കൊണ്ടുപോകാൻ വന്ന അക്രൂരൻ തീർച്ചയായും അതിക്രൂരൻ തന്നെ. നിറഞ്ഞ മിഴികളോടെ വൃന്ദാവനത്തിലെ ഗോവൃന്ദങ്ങളും വൃക്ഷലതാദികളും ഗോപികമാരോടൊപ്പം കൃഷ്ണന് യാത്രാമംഗളമരുളി. യാത്ര മുടക്കിയാൽ തങ്ങളുടെ എല്ലാമായ കൃഷ്ണൻ വിഷണ്ണനായാലോ എന്ന് ഭയന്ന് അവർ വിരഹവേദനയാൽ വീർപ്പുമുട്ടി. തങ്ങളുടെ ജീവസർവസ്വമായ കൃഷ്ണന് പോകാൻ മൗനാനുവാദം നൽകി. മധുരയിലെ തിരക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന കൃഷ്ണൻ്റെ വാഗ്ദാനം അവർക്ക് കുറച്ചെങ്കിലും ആശ്വാസം പകർന്നു. പകൽ മുഴുവൻ യാത്ര ചെയ്ത് സന്ധ്യയോടുകൂടി രാമകൃഷ്ണന്മാർ കാളിന്തി നദിക്കരയിലെത്തി. സന്ധ്യാവന്ദനത്തിനായി തേരു നിർത്തിയ അക്രൂരൻ കാളിന്തി നദിയിൽ ഇറങ്ങി ഭക്തോത്തമനായ അദ്ദേഹത്തിന് മുങ്ങിയപ്പോൾ ജലത്തിൽ അനന്തശായിയായി ദർശനം കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിച്ചു. മധുരയിലെത്തിയ ഉടനെ കൂട്ടുകാരും ഒരുമിച്ച് നഗരപ്രദക്ഷിണത്തിനായി ഇറങ്ങി. ദുഷ്ടശിക്ഷണവും ശിഷ്ടരക്ഷണവുമാണല്ലോ അവിടുത്തെ അവതാരോദ്ദേശം. വഴിയിൽ വസ്ത്രം ചോദിച്ചത് നിരസിച്ച രാജാവിൻ്റെ രചകന് ഒറ്റയടിക്ക് മോക്ഷം കൊടുത്തു. അവനവനു വേണ്ട വസ്ത്രങ്ങൾ കൈക്കലാക്കി
തുന്നൽക്കാരനെ സമീപിച്ച കൃഷ്ണനെയും കൂട്ടുകാരെയും അവൻ ഭക്ത്യാദരത്തോടെ സ്വീകരിച്ച് എല്ലാ സഹായവും ചെയ്തു. തുന്നൽക്കാരനെയും എല്ലാവർക്കും പുത്തൻ മാലകൾ സമ്മാനിച്ച മാലാകാരനെയും അനുഗ്രഹിച്ചു. ശ്യാമസുന്ദര എന്ന സംബോധനയോടെ തനിക്ക് കുറിക്കൂട്ട് സമ്മാനിച്ച ത്രിവക്രയെ ഒറ്റ നിമിഷം കൊണ്ട് ത്രിലോക സുന്ദരിയാക്കി. ഇങ്ങനെ എത്രയെത്ര അത്ഭുത പ്രവൃത്തികൾ! ജ്യേഷ്ഠ, നാളെയാണ് ഈ നാടകത്തിൻ്റെ അന്തിമരംഗം അഭിനയിക്കേണ്ടത്. നല്ല പോലെ ഒരുങ്ങിക്കൊള്ളൂ. കുറച്ച് ബലപ്രയോഗമെല്ലാം വേണ്ടി വരുമെന്ന് തോന്നുന്നു. കംസവധമാണ് ഭഗവാൻ ഉദ്ദേശിച്ചതെന്ന് ബലരാമൻ ഊഹിച്ചു. തൻ്റെ അനിയനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ആ ഏട്ടൻ പുറപ്പെട്ടു. എത്ര അനായാസമാണ് അവൻ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന് ആലോചിച്ചപ്പോൾ അഭിമാനം തോന്നി. അനിയനിൽ പൂർണ്ണ വിശ്വാസമുള്ള ബലരാമൻ എന്തിനും തയ്യാർ എന്ന മട്ടിൽ നിന്നു. യാഗശാലയ്ക്ക് മുന്നിൽ വഴിമുടക്കി നിന്നിരുന്ന കുവലയാപീഠത്തെ വകവരുത്തി അതിൻ്റെ കൊമ്പുകൾ ഏന്തിക്കൊണ്ടാണ് ജ്യേഷ്ഠാനുജന്മാർ മല്ലയുദ്ധരംഗത്തേക്ക് പ്രവേശിച്ചത്. ഈ രംഗം നേരിൽ കണ്ട തങ്ങളാണോ അതോ ജന്മം നൽകിയ യശോദയാണോ ധന്യരെന്ന് ഓരോരുത്തർക്കും തോന്നി. മരണത്തെ നേരിൽ കണ്ടതായി തോന്നിയ കംസൻ ആകെ പരിഭ്രമിച്ചു. പലതും പുലമ്പാൻ തുടങ്ങി. മുഷ്ടിക ചാണൂരന്മാരെ യമപുരിക്കയച്ച രാമകൃഷ്ണന്മാരെ അവിടെ തടിച്ചുകൂടിയിരുന്ന ജനം ആർത്തു വിളിച്ച് അനുമോദിച്ചു. നോക്കിയിരിക്കെ അതാ കഴുകനെ പോലെ പറന്ന് കംസനെ പിടിച്ച് താഴെ വീഴ്ത്തി ആ കൃഷ്ണപ്പരുന്ത്. അല്പസമയത്തെ മൽപ്പിടുത്തത്തിനൊടുവിൽ അമ്മാമൻ്റെ കഥ കഴിച്ചു മരുമകൻ. അങ്ങനെ ഓരോ നിമിഷവും ഇടതടവില്ലാതെയുള്ള കൃഷ്ണസ്മരണയെന്ന ഭയത്തോടെയുള്ള ആ ആരാധന അവിടെ സമാപിച്ചു. ജനിച്ച ഉടനെ ഒരു നോക്കുമാത്രം കാണാൻ സാധിച്ച് ഇത്രയും കാലം കാത്തിരുന്ന മാതാപിതാക്കളെ രാമകൃഷ്ണന്മാർ നമസ്കരിച്ചു. ഇനിയുള്ള കർത്തവ്യ നിർവഹണത്തിനായി ഇവിടെ തന്നെ കഴിയേണ്ടി വരുമെന്ന തിരിച്ചറിവ് അവർക്ക് വേദനയുളവാക്കി. തങ്ങളെ ഇത്രയും കാലം സ്വന്തം മക്കളെന്ന് വിചാരിച്ച് സ്നേഹിച്ചു വളർത്തിയ നന്ദഗോപരോട് എങ്ങനെ യാത്ര പറയും? അദ്ദേഹം ഈ വേദനിപ്പിക്കുന്ന സത്യം യശോദയെ എങ്ങനെ അറിയിച്ച് സമാധാനിപ്പിക്കും? പിതാവിനോടൊപ്പം മടങ്ങിയെത്തുന്ന ഉണ്ണികൾക്കായി നറുനവനീതവും പാലുമായി കാത്തിരിക്കുന്ന സ്നേഹവാത്സല്യത്തിൻ്റെ നിറകുടമായ യശോദയെപ്പറ്റി ഓർത്തപ്പോൾ രാമകൃഷ്ണന്മാരുടെ കണ്ണുകൾ നനഞ്ഞുവോ? ധൈര്യം സംഭരിച്ച് തങ്ങൾ ഉടൻ തിരിച്ചെത്തുമെന്നുള്ള വാഗ്ദാനത്തോടെ നന്ദഗോപരെയും മറ്റു ഗോപന്മാരെയും യാത്രയാക്കി. ബാല്യകാല ലീലകളെല്ലാം കഴിഞ്ഞ് ഇനി ഉത്തരവാദിത്വങ്ങൾ നിറഞ്ഞ ഒരു ജീവിതഘട്ടത്തിലേക്ക് കടക്കാം. എന്തു പറയുന്നു ജ്യേഷ്ഠ? കൃഷ്ണൻ്റെ ആ ചോദ്യം കേട്ട് ബലരാമൻ പുഞ്ചിരി തൂകി തലയാട്ടി തൻ്റെ സമ്മതം അറിയിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.